ಇಲ್ಲಿಂದ ಮುಂದೆ ಎಲ್ಲೋ ಮಣ್ಣು ಬಿದ್ದಿದೆ. ഇനി ട്രെയിൻ ഓടിത്തുടങ്ങാൻ 24 മണിക്കൂർ കഴിയണം. അനന്തരാമൻ, CEO and Chief Editor, പ്രവാസി ചാനൽ. Am I right? ഞാൻ കുറേ കാലം UAE-യിലുണ്ടായിരുന്നു. I am John David. ഇപ്പം ആകെ പുലിവാലായി. നാളെ ഒരു അർജൻറ്റ് ബിസിനസ് മീറ്റിംഗ് കാർവാറിൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായപ്പോൾ ഓടി വന്ന് ട്രെയിൻ പിടിച്ചതാ. ഇന്ത്യൻ റെയിൽവേ പണി തന്നു. ഹലോ ഹലോ ആ മടാന സമയല്ലേ? ഞാനിത് നടരാജനാ. ഇതവിടെ ഒരു കടയുണ്ട്, നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? വെറുതെ ഇതിനകത്തിരുന്ന് പുഴുങ്ങണ്ട. പ്ലീസ് കം കം. हेलो भाई दो जूस. दो जूस हाँ ठीक है. എവിടേക്കാ പോണേ? കാർവാറിന് ടിക്കറ്റ്. നാളെ ഇനി ട്രെയിൻ ഓടി തുടങ്ങിയാലും കാർവാറിലേക്ക് പോകില്ല. തിരിച്ചു മംഗലാപുരം പോയിട്ട് വേറെ റൂട്ടാണ്. ഞാൻ ഇപ്പോൾ റെയിൽവേ ഹെൽപ്പ് ലൈനിൽ വിളിച്ചായിരുന്നു. एक जूस. हाँ हाँ. एक कारवार जाएगा कैसा बाई रोड? कार बस तो नहीं मिलने वाला है यहाँ से. आपको लोरी मिलेगा यहाँ से. लोरी पकड़ के एक 20 किलोमीटर जाएगा तो वहाँ एक छोटा सा टाउन आएगा. वहाँ से और एक गाड़ी पकड़ के और 20 किलोमीटर जाएगा तो कारवार हाईवे आएगा. ഇനിയിപ്പോൾ ഇവിടെ കുത്തിയിരിക്കണ, നമുക്ക് ബൈ ലോറി വിട്ടാലോ? दुनिया में कोई हो, दुनिया में कोई हो, दिल मेरा ले जाए कहीं कहीं रे, तन मेरा ले. മാരീഡ് ആണോ? ലവ് മാരേജ്? ഞാനും അതെ. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, മാർക്കസിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലൊരു പ്രണയം. യുദ്ധസന്നദ്ധനായി ഞാൻ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ അവൾ എന്നെ ഫ്ലോറന്റീന എന്ന് വിളിച്ച് കളിയാക്കും. ഞാൻ അവളെ ഫെർമിന എന്ന്. ആസാമിലെ ഒരു ഓർഫനേജിൽ മലയാളിയായ പള്ളി വികാരിയുടെ വളർത്തുമകൻ ഞാൻ. അവിടെ ആഴ്ച കുർബാനയ്ക്ക് റെയിൽവേ കോൺട്രാക്ടറായ അച്ഛനൊപ്പം എത്തുന്ന 10 വയസ്സുകാരി അവൾ. ഒട്ടും സങ്കോചമില്ലാതെ കണ്ടപാടെ ഞാൻ അവളെ കയറി പ്രണയിച്ചു. എൻ്റെ പ്രണയം ഞാൻ അവളോട് പല രൂപത്തിൽ പറഞ്ഞെങ്കിലും അവൾ കേട്ട ഭാവം വെച്ചില്ല. 10ലെ ആനുവൽ എക്സാം കഴിഞ്ഞതും കോൺട്രാക്ടറും കുടുംബവും ആസാം ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. പള്ളിമുറ്റത്ത് നിന്ന് അതിർത്തി കടന്നു പോകുന്ന ആ തീവണ്ടിയെ ഞാൻ കണ്ണീരോടെ നോക്കി. പിന്നെ ചിത്രകലാപഠനം, പല നഗരങ്ങളിലെ ജീവിതം.